ശ്രീ സി പി ജോൺ, ഇപ്പോൾ ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റാണോ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെതായി വന്നിരിക്കുന്നത്? അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതേപടി കോപ്പി അടിച്ചുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നു എന്ന്. അത് ഏത് ഖണ്ഡികയിലെ ഏത് ഭാഗമെന്നൊക്കെ കൃത്യമായി ചിദംബരം പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ഈ ബജറ്റ് ഒരു 11ാമത്തെ വർഷം ഭരിക്കാൻ വന്ന ഒരു ഗവൺമെൻറ് 15 വർഷത്തേക്കുള്ള അവരുടെ ഭരണത്തിൻ്റെ ഒരു മാർഗരേഖയായി മാറ്റേണ്ടതായിരുന്നു. പക്ഷേ ഈ ബജറ്റിൻ്റെ ക്രാഫ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഡെലിവറി ആണെങ്കിലും ഒട്ടും ആകർഷണീയമായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. അതേപോലെ തന്നെ ഈ ബജറ്റിൻ്റെ അക്കങ്ങളിലേക്കും വരികളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇറ്റ് കൺസീൽസ് മോർ ദാൻ ഇറ്റ് റിവീൽസ് എന്ന് പറയുന്നത് പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും വ്യക്തമായി പറയാതിരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നിർമ്മല സീതാരാമൻ കാണിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് എടുക്കാം. നമ്മളങ്ങോട്ട് എന്ത് പറഞ്ഞു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. 9 പ്രയോറിറ്റി സെക്ടറുകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ MSME സെക്ടറിനെ കുറിച്ചാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാവരും ഇപ്പോൾ മീഡിയ എല്ലാം എഴുതി കാണിച്ചു മുദ്രാ ലോൺ 20 ലക്ഷമാക്കി. പക്ഷേ സൂക്ഷ്മ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് കൃത്യമായി തിരിച്ചടച്ചവർക്ക് അത് 20 ലക്ഷം കൊടുക്കുന്നതാണ് എന്നതാണ്, പുതിയ ആൾക്കല്ല. പക്ഷേ 20 ലക്ഷം കൊടുക്കുന്നു എന്നാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും സ്ക്രോൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൃത്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. അതേപോലെ തന്നെ ഈ MSME സെക്ടറിനകത്ത് ലോൺ എടുത്ത് തകർന്നു പോയ ആളുകൾ, അവരെക്കുറിച്ചാണല്ലോ ഗവൺമെൻറ് ആദ്യം അവരുടെ കൺസേൺ അതായിരിക്കണമായിരുന്നു. അപ്പോൾ ഈ MSME സെക്ടറിൽ തകർന്നു പോയ ആളുകളുടെ ഒരു പുനർക്രമീകരണത്തിന് വേണ്ടി ഇനി അവരുടെ ലോണെങ്കിൽ ലോണ് അതൊന്ന് പലിശ കുറച്ച് വീണ്ടും ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല. കാരണം ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കാൻ കാരണം നമ്മുടെ എക്കണോമിക് സർവേ വന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു 5.8% GDPയുടെ 5.8% ധനക്കമ്മി. വലിയ ധനക്കമ്മിയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 3-ലധികം പാടില്ല എന്നാണ് പറയുക. അത് വളരെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തവണ 5.1 കുറയുമെന്ന് എക്കണോമിക് സർവേക്കും അതിന് മുമ്പുള്ള ചർച്ചകളിലുണ്ടായിരുന്നു. ഇപ്പോൾ 4.9 അപ്പോൾ 1% ധനക്കമ്മി കുറഞ്ഞു. GDPയുടെ 1%, ചെറിയ തുകയല്ല. 2.9 ലക്ഷം കോടിയാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു റൂം അല്ലെങ്കിൽ ഒരു എൽബോ റൂം കിട്ടിയ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെ അപ്പോൾ അതിന് പകരം ഇനി അടുത്ത വർഷം 4.5 കുറയ്ക്കും ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും കിട്ടിയ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് 2 ലക്ഷം കോടി രൂപ കിട്ടി. ആ 2 ലക്ഷം കോടി രൂപ കുറച്ചെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തകർന്നടിഞ്ഞവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു സമീപനം പണ്ട് മോഡിക്കില്ല, ഗവൺമെൻറ്റിനില്ല, ഇപ്പോഴുമില്ല. അതുതന്നെയാണ് കർഷകരുടെ കാര്യത്തിൽ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ അവർ മില്ലറ്റ്, അതായത് ചെറുധാന്യങ്ങളുടെ ഒരു വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുപോയിരുന്നു. ഈ ബജറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തായി, അവിടെ എത്തി, അടുത്തത് എന്താണ്? അതേപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടൊരു മേഖലയാണല്ലോ മിൽക്ക്. ഇന്ത്യയുടെ മിൽക്ക് സെക്ടർ എന്ന് പറയുന്നത് ഒരു ബജറ്റും ഒരിക്കലും ഒരു വരി എഴുതാതെ വിട്ടിട്ടില്ല എൻ്റെ അറിവിൽ. പക്ഷേ അതൊന്നും ഈ ബജറ്റിൽ നമുക്ക് കാണുന്നില്ല. ധാന്യ ഉൽപ്പാദനത്തിൻ്റെ ഈ ബജറ്റ് വായിക്കുമ്പോൾ ധാന്യ ഉൽപ്പാദനം എവിടെ എത്തി, അത് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ നൽകാതെ അവർ നാച്ചുറൽ ഫാമിങ്ങിന് 1 കോടി ആളുകളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിരിയുകയാണ്. ഞാൻ എനർജി സെക്ടറിലേക്ക് വന്നാൽ പ്രധാനമായിട്ട് ഭാവിയിലും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തിനാണ് ഇപ്പോൾ എനർജി സെക്ടറിൽ ഇപ്പോൾ അറ്റോമിക് എനർജിയുടെ ചെറിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ ചെറിയ റിയാക്ടർ, സ്മോൾ റിയാക്ടർ എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആദ്യത്തെ ബജറ്റാണിത്. നമ്മൾ സാധാരണ അറ്റോമിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് റിയാക്ടേഴ്സാണ് നമ്മൾ മനസ്സിലുള്ളത്. പക്ഷേ ഇത്തവണ നിർമ്മല സീതാരാമൻ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ അടക്കം സഹായത്തോടു കൂടിയുള്ള സ്മോൾ റിയാക്ടേഴ്സ് എന്ന വലിയൊരാശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോം എ വെരി സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദ എനർജി മിക്സ്
ഫോർ വികസിത് ഭാരത്. അപ്പോൾ വികസിത് ഭാരതിന് വേണ്ടിയിട്ട് സെറ്റിംഗ് അപ്പ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്, സ്മോൾ റിയാക്ടർ, നമ്മൾ MSME എന്ന് പറഞ്ഞ പോലെ അല്ല, റിയാക്ടറാണ്, ന്യൂക്ലിയർ റിയാക്ടറാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ റിയാക്ടറിൽ ചെറു റിയാക്ടറുകൾ എന്ന് വളരെ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചകളിലൊന്നും അത് അധികം പൊങ്ങി വന്നിട്ടില്ല. ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് 73ാമത്തെ ഖണ്ഡികയിൽ അവർ സൗരോർജ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് 1.28 കോടി രജിസ്ട്രേഷനുകൾ പുരപ്പുറത്ത് സൗരോർജം വെക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് സ്വാഗതം ചെയ്യാമല്ലോ. അപ്പോൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യേതര ഊർജ്ജ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പണ്ടത്തെക്കാളുമൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഈ റിയാക്ടറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബജറ്റിൻ്റെ 48 ലക്ഷം കോടിയുടെ ബജറ്റാണ്, ചെറിയ ബജറ്റല്ല. അതിൽ ഒരു ഫാൻസി നമ്പർ എന്നൊക്കെ നമ്മൾ സിനിമാ താരങ്ങളുടെ കാറിൻ്റെ നമ്പർ ഇടുന്നത് പോലെ 11,11,111 7 ഇടണം. അങ്ങനെ 11.1 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഖണ്ഡികകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെയും അവർ ഒളിച്ചു വയ്ക്കുക എന്ന് ഞാൻ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, വ്യക്തത വരുത്തുന്നില്ല. ദിസ് ഇയർ ഐ ഹാവ് പ്രൊവൈഡഡ് ദിസ് മച്ച് crore ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദിസ് വുഡ് ബി 3.4% ഓഫ് ദ GDP. അപ്പോൾ GDP-യുടെ 3.4% ഇൻഫ്രാസ്ട്രക്ചറിന് മാറ്റിവെക്കുമ്പോൾ റെയിൽവേക്ക് എത്ര, ദക്ഷിണേന്ത്യയിൽ എത്ര, ഉത്തരേന്ത്യയിൽ താങ്കൾ പ്രധാനമായും ഊന്നുന്നത്. ഞാൻ ശ്രീരാമകൃഷ്ണനിലേക്ക് പോട്ടെ. ശ്രീരാമകൃഷ്ണൻ TB, ഇപ്പോൾ ആദായ നികുതി ഇളവ് എന്നുള്ളത് മധ്യവർഗം കാത്തിരുന്നതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.